ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള ഈത്തപ്പഴ മരത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം പഴുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ടൈം 6:30 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നല്ല വെയിലാണ്. ഇപ്പോഴും സൂര്യനെല്ലാം കാണുന്നുണ്ട്. നല്ല വെയിലാണ്. ഈത്തപ്പഴം എല്ലാം പഴുക്കുന്ന അതിൻ്റെ ചൂടാണ്. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. അപ്പോൾ നമ്മളും വെയിലത്ത് നിന്നാലും നമ്മളും പഴുത്ത് പോകും. അത്രയ്ക്ക് ചൂടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിത് ഈത്തപ്പഴ മരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഈത്തപ്പഴ മരമുണ്ട്. 3 കൊല്ലം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 2 എണ്ണത്തിന്മേൽ പഴുത്തിട്ടുണ്ട്. ഒന്നിപ്പോൾ പഴുത്ത് വരണുള്ളൂ ഒന്നുമ്മേൽ. നമ്മൾ ഇത് ഇപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. പച്ചയാണെങ്കിൽ നല്ല മധുരമുണ്ട്. റെഡ് കളർ വന്നിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പഴുത്തതിനേക്കാൾ ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ രസമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് ഇഷ്ടം, ഇങ്ങനെ പച്ച കഴിക്കാൻ. നമ്മൾ ഈത്തപ്പഴ മരത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. ഇപ്പോൾ പെൺപൂവാണെങ്കിൽ അവർ ആൺപൂവിനെ അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടും, പൂവിൻ്റെ മുകളിൽ വെച്ച് കെട്ടി കൊടുക്കും. ആൺപൂവാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെൺപൂവിനെയും വെച്ച് കെട്ടും. അങ്ങനെ വെച്ച് കെട്ടിയാൽ മാത്രമേ ഇത് ഈത്തപ്പഴം കായായിട്ട് നമുക്ക് ഈത്തപ്പഴമായിട്ട് തരുള്ളൂ. അല്ലെങ്കിൽ ആ പൂവെല്ലാം കൊഴിഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത്. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു. നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു? എനിക്കിത് നേരത്തെ അറിയാമായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം. അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.